प्रोग्राम में इफ्तिताह करने वाला मम्मूटी सर मुबारकबाद देने वाला हेडमास्टर और इस प्रोग्राम में शिरकत करने वालों सबको मैं खैर मुकदम करती हूँ. शुक्रिया. GM UP സ്കൂൾ കൊടിയത്തൂരിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, പഞ്ചാബിലെ സയാൽകോട്ടിൽ സാത്വികനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം ഒരു വ്യത്യസ്തമായ സ്വപ്നം കണ്ടു. അതായത് ഒരു മനോഹരമായ, കാണാൻ വളരെ സൗന്ദര്യമുള്ള ഒരു മൈതാനം. ആ മൈതാനത്തിൽ ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്നു. ആകാശത്ത് നിന്ന് ഒരു വെളുത്ത പ്രാവ് ഇങ്ങനെ പറന്ന് 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 മൈതാനത്തിലേക്ക് ഇങ്ങനെ വരികയാണ്, ചിറകടിച്ചു വരികയാണ്. ആളുകളെല്ലാവരും ആ പ്രാവിനെ തന്നെ ശ്രദ്ധിക്കുന്നു. വളരെ ഭംഗിയുള്ള പ്രാവാണ്. ആകാശത്ത് നിന്ന് ഒരു നക്ഷത്രം ഉതിർന്ന് വീഴുന്നത് പോലെയാണ് അതിനെ അദ്ദേഹം വർണ്ണിക്കുന്നത്. ആ പ്രാവ് താഴേക്ക് വന്നു, പാറി വന്നു. ആളുകളൊക്കെ ഇങ്ങനെ തൊട്ടു എന്നുള്ള രൂപത്തിലെത്തി. പക്ഷെ ആർക്കും അതിനെ തൊടാൻ സാധിക്കുന്നില്ല. എല്ലാവരും അതിനെ ഒന്ന് തൊടാനും തലോടാനും പിടിക്കാനും ഒക്കെ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ സുന്ദരി പ്രാവ് ആർക്കും പിടികൊടുക്കാതെ, ഒന്ന് തൊടാൻ പോലും സമ്മതിക്കാതെ ആകാശത്തിലേക്ക് പറന്നുപോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വീണ്ടും ആ പ്രാവ് ആകാശത്ത് നിന്ന് പാറിപ്പറന്ന് ഷെയ്ഖ് നൂർ മുഹമ്മദ് എന്ന് പറയുന്ന ഈ സാത്വികനായ മനുഷ്യന്റെ മടിത്തട്ടിൽ വന്നു വീണു. അദ്ദേഹം പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ഒരു കൗതുകമുള്ള സ്വപ്നം അല്ലേ? ഈ സ്വപ്നത്തിന്റെ ഒരു വ്യാഖ്യാനമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ സ്മര്യ പുരുഷന്റെ ജനനം, അഥവാ ഡോക്ടർ മുഹമ്മദ് അല്ലാമ ഇക്ബാൽ. അല്ലാമ ഇക്ബാലിനെ കുറിച്ച് കേൾക്കാത്തവരാരുമില്ലല്ലോ. എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? ലോക ഉറുദു ദിനമാണ്. ഈ ദിനത്തിന്റെ പ്രത്യേകത ഇന്നാണ് 1877 ഒരു നവംബർ 9 ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇക്ബാലിന്റെ ജനനം. ഷെയ്ഖ് നൂർ മുഹമ്മദ് കണ്ട സ്വപ്നം ഈ കുട്ടിയായിരുന്നു. ആ പ്രാവ് ഈ കുട്ടിയായിരുന്നു. കൗതുകമുള്ള സ്വപ്നമാണെങ്കിലും ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമായി ജനിച്ച ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ ലോകത്തെ അത്ഭുതപ്പെടുത്തി. ആ കുട്ടി ലോകപ്രസിദ്ധനായി വളർന്നു. ഇന്ന് ലോകത്തിന്റെ കോണുകളിൽ പോലും അല്ലാമ ഇക്ബാൽ ചർച്ചാ വിഷയമാണ്. ഉറുദു എന്നുള്ളത് മനോഹരമായ ഒരു ഭാഷയാണ്, മധുരമുള്ള ഭാഷയാണ്. ഭാഷാ റാണി എന്നാണ് ഉറുദുവിനെ വിശേഷിപ്പിക്കാറുള്ളത്. അത്ര ഭംഗിയാണ് ആ ഭാഷയ്ക്ക്. കേൾക്കാനും പറയാനും സംസാരിക്കാനും ഒക്കെ വളരെ സൗന്ദര്യമുള്ള ഒരു മനോഹരമായ ഭാഷ. ഈ ഭാഷയുടെ ധാരാളം പ്രത്യേകതകൾ പറയാനുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത നമുക്കൊക്കെ അഭിമാനിക്കാനുള്ള വക നൽകുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ജനനം നമ്മുടെ രാജ്യത്താണ്, ഇന്ത്യയിലാണ്. മുഗൾ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ ഉറുദു എന്ന് പറയുന്ന വാക്ക് യഥാർത്ഥത്തിൽ തുർക്കി ഭാഷയിൽ നിന്ന് വന്നതാണ്. സൈന്യം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. നിങ്ങൾ നോക്ക്, ഉറുദുവിലെ അക്ഷരങ്ങൾ പരിശോധിച്ചാൽ തലയിൽ തൊപ്പി വെച്ച് നിരനിരയായി നിൽക്കുന്ന സൈന്യം അല്ലെങ്കിൽ പട്ടാളക്കാരെ പോലെ നമുക്ക് തോന്നും. ആദ്യ കാലഘട്ടത്തിൽ പട്ടാള ക്യാമ്പുകളിലും അതേപോലെ തന്നെ ജനങ്ങൾക്കിടയിലുമൊക്കെ വ്യാപാര സ്ഥലങ്ങളിലുമൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഭാഷയാണ്. അത് സാവകാശം വളർന്ന് 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 വികസിച്ച് ഇന്ന് ലോകത്തിന്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഉറുദു ഭാഷ വ്യാപിച്ചു കഴിഞ്ഞു. ലോകത്ത് 40 കോടിയിലധികം ആളുകൾ ഉറുദു ഭാഷ സംസാരിക്കുന്നുണ്ട്. ഇന്ത്യ രാജ്യത്ത് 4.5 കോടി ജനങ്ങളുടെ മാതൃഭാഷയാണ് ഈ മനോഹരമായ ഭാഷ. കേരളത്തിലെ വിദ്യാലയങ്ങളിൽ UP സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി തലങ്ങൾ വരെ, അതേപോലെ തന്നെ ഉന്നതമായിരിക്കുന്ന കോളേജുകളിൽ വരെ ഉറുദു പാഠ്യ വിഷയമാണ്. ഉറുദുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ജനസ്വീകാര്യത ലഭിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിലെ ഗസലാണ്. ഗസൽ കേൾക്കാത്തവരാരുമില്ലല്ലോ. നമ്മുടെ കലാമേളകളിൽ ഗസൽ പ്രോഗ്രാം ഉണ്ട് എന്ന് കേൾക്കുമ്പോഴേക്ക്
വിദ്യാർത്ഥികൾ മാത്രമല്ല, പ്രദേശവാസികൾ പോലും വലിയ ഒരു ജനസഞ്ചയമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത്ര വലിയ സ്വീകാര്യത ഉറുദു ഗസലുകൾക്കുണ്ട്. ഉറുദുവിന്റെ മറ്റൊരു കാവ്യശാഖയാണ് ഖവാലി. ജനകോടികൾ സ്വീകരിച്ച അതിമനോഹരമായ ഒരു കാവ്യശാഖ. ഖവാലി കേൾക്കാൻ ജാതി മത ഭേദമന്യേ ആളുകൾ താല്പര്യം പ്രകടിപ്പിക്കുന്നത് ഉറുദുവിന്റെ സ്വീകാര്യത വിളിച്ചറിയിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ ഈ ഭാഷ വഹിച്ച പങ്കിനോളം മറ്റൊരു ഭാഷക്കുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അത്ര വലിയ ഭാഗധേയം നമ്മുടെ രാജ്യത്തിന്റെ മോചനത്തിനു വേണ്ടി ഈ ഭാഷക്ക് നിർവഹിക്കാൻ കഴിഞ്ഞു. നമുക്ക് ഇപ്പോഴും മുഷ്ടി ചുരുട്ടി വായുവിലേക്ക് നമ്മുടെ കരങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ആവേശപൂർവ്വം വിളിക്കുന്ന ഇൻഖിലാബ് സിന്ദാബാദ്, പലർക്കും അറിയില്ല അതേതാണ് ഭാഷ എന്ന്. നാം ഇങ്ങനെ ഉച്ചരിച്ച് മലയാളം പോലെയായി മാറിക്കഴിഞ്ഞൊരു പദമാണത്. ഇൻഖിലാബ് സിന്ദാബാദ് ഉറുദുവാണ്. ഹസ്രത്ത് മൊഹാനി എന്ന് പറയുന്ന ഉറുദുവിലെ അതിപ്രശസ്തനായ കവിയാണ് അത് ലോകത്തിന് സമ്മാനിച്ചത്. വിപ്ലവം വിജയിക്കട്ടെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതിന്റെ പ്രതിധ്വനികൾ, നമ്മുടെ ഹിമാലയ സാനുക്കളിൽ നിന്ന് മുഴങ്ങിയ അതിന്റെ പ്രതിധ്വനികൾ ബ്രിട്ടീഷുകാരന്റെ ഇടനെഞ്ചിൽ പോയി തറക്കുകയുണ്ടായി. അപ്പോ ഈ രാജ്യത്തെ കോടിക്കണക്കായ ആളുകൾക്ക് വിപ്ലവ വീര്യം പകർന്നു നൽകിയ ഒരു പദമാണ് ഉറുദു ഭാഷയിലെ ഇൻഖിലാബ് സിന്ദാബാദ്. ഹസ്രത്ത് മൊഹാനി, മുൻഷി പ്രേംചന്ദ്, അങ്ങനെ എത്രയെത്ര കവികളും എത്രയെത്ര സാഹിത്യകാരന്മാരും. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ഉറുദു ഭാഷയിൽ കത്തുകൾ എഴുതിയിരുന്നു. ശ്രീമതി ഇന്ദിരാഗാന്ധി തന്റെ വീട്ടിൽ ഉറുദു ഭാഷ ഉപയോഗിച്ചിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉറുദു ഭാഷയിൽ നല്ല പ്രാവീണ്യമുള്ള ഒരു സാഹിത്യ സമ്പുഷ്ടനായ നായകനായിരുന്നു. അതേപോലെ തന്നെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഉറുദു കവിയായിരുന്നു. അങ്ങനെ ഇന്ത്യ കണ്ട മഹാരഥന്മാരെല്ലാം ഉറുദുവിനെ പാലും തേനും കൊടുത്ത് പരിപാലിച്ചു. ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ ഉറുദു ഭാഷ ശാന്തിയും സമാധാനവും അതിന്റെ മന്ത്രങ്ങളും ഉച്ചരിച്ചുകൊണ്ട് ജനങ്ങളെ ഒന്നാകെ ഭിന്നിപ്പിക്കാതെ ഒന്നിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ദിവസത്തിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കുകയും ഉറുദു ഭാഷയെ വീണ്ടും പ്രോത്സാഹിപ്പിക്കാൻ, ഉറുദു ഭാഷയെ പൂർവോപരി നെഞ്ചേറ്റുവാനും പ്രോത്സാഹിപ്പിക്കുവാനും നാം സമയം കണ്ടെത്തുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഇത്രയും നേരം ചെവി തന്നതിന് നന്ദി. ശുക്രിയ, ശുക്രിയ, ബഹുത് ശുക്രിയ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, നമ്മുടെ വിദ്യാലയം കൊടിയത്തൂർ ഗവൺമെൻറ് UP സ്കൂൾ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ പോലും വളരെ സ്തുത്യർഹമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിവിധങ്ങളായ പാഠ്യപ്രവർത്തനങ്ങൾ, പാഠ്യേതര പ്രവർത്തനങ്ങൾ ഒക്കെ നമ്മുടെ വിദ്യാലയത്തിൽ വളരെ വിദഗ്ധമായിട്ട് തന്നെ നാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കൊറോണ കാരണം അടഞ്ഞുകിടക്കുന്ന വിദ്യാലയം വിരക്തിയോടുകൂടി, വിരസതയോടുകൂടി ദിവസങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, ഈ ഒരു കാലഘട്ടത്തിൽ പോലും വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളോടുകൂടി നമ്മുടെ വിദ്യാലയം അനുദിനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിവിധങ്ങളായ ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ, ദിനാചരണങ്ങൾ എല്ലാം വളരെ ആസൂത്രിതമായിട്ട് നാം ഉറക്കെ തന്നെ നടത്തി വരുന്നുണ്ട്. ധാരാളം വിദ്യാർത്ഥികൾ ഒപ്പം രക്ഷിതാക്കളും അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ പങ്കുചേരുന്നതായിട്ട് നമുക്ക് ധാരാളം തെളിവുകൾ നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണ്. ഇതുപോലൊരു പ്രവർത്തനമാണ്, വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിലെ ഒരു പ്രവർത്തനമാണ് നമ്മുടെ സ്കൂളിലെ ഉറുദു ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നമ്മൾ നടത്തുന്ന ഉറുദു ദിനാചരണം. उर्दू तो हमको मालूम है, उर्दू एक अच्छा ज़बान है. इंडिया में बहुत ज़्यादा आदमी उर्दू बात करते हैं और इन भारत के बाहर में बहुत कंट्री में, बहुत राज्यों में भी हिंदी उर्दू भाषा चल रहा है. हिंदी तो बहुत अच्छा ज़बान है, बहुत सुंदर ज़बान है, ईजी है सीखने का, ईजी है बात करने का. और इंडिया का बाहर भी हमको ये ज़बान चलता है, गल्फ़ कंट्रीज़ में और एशियन अलग अलग एशियन राज्यों में भी उर्दू अच्छा से चल रहा है. इसलिए उर्दू सीखना बहुत ज़रूरी है हमको. केरला के बाहर हम जाने के टाइम हमको मलयालम नहीं चलेगा. केरला का बाहर कोई भी सिटी में, इंडिया का कोई भी सिटी में तुम जाओ, हमको उधर उर्दू चलेगा, लेकिन हमारा मातृभाषा मलयालम नहीं चलेगा. मातृभाषा बहुत सुंदर है, बहुत मनोहर है, बहुत यूज़फुल है, लेकिन वो केरला के बाहर नहीं चलता है. इसलिए
ये उर्दू ज़बान हिंदी से बहुत सामी है, इसलिए ये उर्दू ज़बान हमको पूरा दुनिया में बहुत कंट्रीज़ में, बहुत राज्यों में ये आराम से हमको इस्तेमाल कर सकता है। इसलिए मैं बता रहा हूँ अच्छा से हिंदी पढ़ो, हिंदी में तुम्हारा एक्सपीरियंस बहुत ज़्यादा करना चाहिए और तुमको ये യൂസ്ഫുൾ हो जाएगा इंडिया का दूसरा जगह में और इंडिया का बाहर भी। അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ദിവസം നിങ്ങൾ ആചരിക്കുന്ന ഈ ഉറുദു ദിനം നമുക്കറിയാം, ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇക്ബാലിൻ്റെ പ്രശസ്തനായ ലോകത്തിൻ്റെ അതിനറിയപ്പെട്ട ഉറുദു കവിയായ അല്ലാമ ഇക്ബാലിൻ്റെ ജന്മദിനമാണ് നാം ഈ ഉറുദു ദിനമായിട്ട് ആചരിക്കുന്നത്. സാരെ ജഹാം സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന, ഏറ്റവും ആദരിക്കപ്പെടുന്ന, ഏറ്റവും പ്രശസ്തനീയമായി മാറിയിട്ടുള്ള നമ്മുടെ ദേശഭക്തി ഗാനത്തിൻ്റെ രചയിതാവായ ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇക്ബാലിൻ്റെ ജന്മദിനം ആണ് ഈ ദിനം. ആ ദിവസത്തെ ഉറുദു ദിനമായി ആചരിക്കുന്നതും നമ്മുടെ സ്കൂളിൽ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഉറുദു അധ്യാപികയുടെ നേതൃത്വത്തിൽ ഉറുദു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ ദിനാചരണം സംഘടിപ്പിച്ചു എന്നുള്ളതും ഏറെ പ്രശംസനീയമാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആസൂത്രണം ചെയ്ത് തന്നിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളൊക്കെ വളരെ സന്തോഷപൂർവ്വം, ആവേശപൂർവ്വം നിങ്ങളൊക്കെ പങ്കാളികളാവുക. അങ്ങനെ നിങ്ങളുടെ ഉറുദു ഭാഷയോട് നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ വികസിപ്പിച്ചെടുക്കുക എന്ന് നിങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഈ ഉറുദു ദിന ആചരണത്തിന് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. മേരാ ശുഭകാമനായും തുമാരെ ഈ ദിന ആചरण के लिए थैंक यू। सदर साहिबा और प्यारे दोस्तों आदाब। आज आलमी यौम उर्दू का दिन है। हमारे स्कूल के उर्दू क्लब के मातहत हम इस दिन मना रहे हैं। हम जानते हैं 9 नवंबर मशहूर उर्दू शायर अल्लामा इकबाल की पैदाइश का दिन है। इस वक्त में हम सबको मुबारकबाद देता हूँ। हिंदुस्तां हमारा हमारा सारे जहां से अच्छा, हिंदुस्तां हमारा हमारा सारे जहां से अच्छा। अरबत में मगर हम रहता है दिल वतन में, अरबत में अगर हम रहता है दिल वतन में, समझो वह हमें भी दिल हो जहां हमारा हमारा सारे जहां से अच्छा। हिंदुस्तां हमारा हमारा सारे जहां से अच्छा। पर्वत वह सबसे ऊंचा हमसाए आसमां का, पर्वत वह सबसे ऊंचा हमसाए आसमां का। वो संदरी हमारा वो पास हमारा हमारा सारे जहां से अच्छा। हिंदुस्तां हमारा हमारा सारे जहां से अच्छा। गोदी में खेलती है इसकी हजारे नदियाँ, गोदी में खेलती है इसकी हजारे नदियाँ। गुलशन है जिनके दम से इश्क़ी जीरा हमारा हमारा सारे जहां से
सच्चा, हिंदुस्तां हमारा हमारा सारे जहां से अच्छा। मजहब नहीं सिखाता आपस में भीड़ रखना, मजहब नहीं सिखाता आपस में भीड़ रखना।